ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. സോ ഞാൻ കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രസ് ടു ഇംപ്രസ് സ്റ്റൈൽ ഷോ ഡൗൺ ആണ് കളിക്കുന്നത്. ഇത് റോബ്ലോക്സിലാണ്. അപ്പോൾ കുറേ ആൾക്കാർ കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഈ ഗെയിം പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഗെയിമാണ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ നമ്മൾ ലോഡായി കഴിഞ്ഞു ഗൈസ്, ടെലപ്പോർട്ട് ചെയ്തു. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം, ജസ്റ്റ് ചില്ലിങ് ഇൻ ലോബി. അപ്പോൾ ഇനി ഒരു 10 സെക്കൻഡും കൂടി ഉണ്ട്. സോ അത്ര നേരം ലോബിയിൽ ഇങ്ങനെ നിൽക്കണം. അതുകൊണ്ട് ഞാൻ അനങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നത്. സോ സ്റ്റൈൽ ഷോഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ നോർമലും കളിക്കാറുണ്ട്, പക്ഷേ സ്റ്റൈൽ ഷോഡാണ് എനിക്കൊന്ന് സ്പെഷ്യലായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ റൗണ്ട് തീംസ് ആർക്കേഡാണ് ഗൈസ്. സോ ആർക്കേഡ് അത്രയ്ക്ക് വലിയ കുഴപ്പമില്ല, ഒരു നല്ല തീമാണ്. സോ ഗോ. ഞാൻ തീം നോക്കി, കാഷ്വൽ ഫൺ ലുക്സ് വിത്ത് എ ഹിൻഡ് ഓഫ് ഗെയിമർ സ്റ്റൈൽ. അപ്പം ഇത് ഞാനിപ്പോൾ തീം നോക്കിയാണ് ഗൈസ്. അപ്പോൾ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആണ് ചാലഞ്ച്. സ്റ്റൈൽ ഷോഡൗൺ ആയതുകൊണ്ട് ചാലഞ്ച് ഉണ്ട്. അപ്പോൾ എനിക്ക് സ്കിൻ ടോൺ എടുക്കുമ്പോൾ ഡാർക്ക് എടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ ലൈറ്റ് ക്ലോത്ത്സ് അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ക്ലോത്ത്സ് വെച്ച് മാച്ച് ചെയ്യുമ്പോൾ നല്ല രസമായി. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡാർക്ക് തീമായിട്ട് എടുക്കുന്നത്. പിന്നെ അതിന് മേക്കപ്പ് ഇടാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും എടുക്കാറൊരു സാസി ഫേസ് പോലത്തെ ഒരു ഫേസാണ്. ഒരു ഡിസ്കസ്റ്റ് വിത്ത് നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ഫേസ് ഞാൻ ഇപ്പോൾ പാസ് ചെയ്ത് പോയതേ ഉള്ളൂ, എന്നിട്ടും ഞാൻ കണ്ടില്ല. എന്ത് ചെയ്യാനാ. ഓക്കെ, അപ്പോൾ നോക്കിക്കൊണ്ടിട്ട് ഫൈനലി കിട്ടി. ഈ ഫേസാണ്. എനിക്ക് ആ ഫേസ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമുണ്ട്. ഇനി ഞാൻ ഹെയർ ചെയ്യാൻ പോവാണ്. അത് അറിയാതെടുത്താണ്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹെയർ അതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു അത് മാച്ച് ആവില്ലല്ലോ എന്ന് വിചാരിച്ചൊരു വൂൾഫ് കട്ട് എടുത്തു. അപ്പം എനിക്കിതും ഇഷ്ടം, നല്ല ഇഷ്ടം. അപ്പം ഞാൻ അതിന് ബ്ലാക്കും ഡാർക്ക് ബ്ലൂവും കളർ കൊടുത്തു. അതാണ് എൻ്റെ ഫുൾ ഗെയിമിംഗ് തീം. അപ്പോൾ ഞാൻ മറ്റേ മുടിയും കൂടെ എടുത്തിട്ട് ബ്ലാക്കും ഡാർക്ക് ബ്ലൂവും കൊടുത്തു ഗൈസ്. അപ്പോൾ ഒരു ലെയർ പോലെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നെയിൽസ് ഒന്നും ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഞാൻ വേഗം പോട്ടെ, ഏത് ഡ്രസ്സ് കിട്ടും ഞാൻ ഇങ്ങനെ നോക്കിക്കോളെ ഗൈസ്. ഞാൻ എല്ലായിടത്തും ഇങ്ങനെ നോക്കുവാണ് പോയിട്ട് ഡ്രസ്സ് എവിടെയെങ്കിലും ഉണ്ടോ. അപ്പോഴാണ് ഞാൻ ആ ബ്ലാക്ക് ഷോർട്ട്സ് കണ്ടത്. അത് ഞാൻ ബ്ലാക്ക് ഷോർട്ട്സ് കണ്ടപ്പോൾ അതെടുത്തു. ഞാൻ എപ്പോഴും എടുക്കുന്ന അഡ്ജസ്റ്റഡ് ഫോർ ഷൂസാണ്. അത് നല്ല രസമാണ് ഗൈസ്. അപ്പം ഞാനത് ബ്ലാക്ക് കളർ അടിച്ചിട്ട് ബ്ലൂ മറ്റേ കോഡും അതിന് ആ ബ്ലൂ കളർ കൊടുത്തു. ഞാൻ ടോപ്പ് നോക്കുമ്പോൾ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പൊന്നുമില്ല, മറ്റേ ഗെയിമിംഗ് ആയിട്ട് മാച്ച് ആവാൻ. അപ്പം ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് പോയപ്പോൾ ആ കവായി ക്യൂട്ട് ടോപ്പില്ലേ, അതാണ് ഞാൻ എടുത്തത് ഗൈസ്. അതപ്പം ഞാൻ കവായി അല്ലാതെ ആക്കി എടുത്തു. പക്ഷേ അപ്പോൾ ഞാൻ നല്ല കളറൊക്കെ അടിച്ചു, സെറ്റാക്കി. ഇനി അപ്പോൾ റെഡ് ലൈറ്റാണ്. അപ്പോൾ ഇനി എന്തെടുക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രീൻ ലൈറ്റ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷൂസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മറ്റേ ക്ലാസിക് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള അസ്തറ്റിക് ആയിട്ടുള്ള ബ്ലാക്ക് മറ്റേ ഷൂസ് എടുത്തു. അത് ഭയങ്കര രസം. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടം. പിന്നെ അത് വിത്ത് സോക്സും കൂടി എടുത്തു, വൈറ്റ് സോക്സാണ്. അപ്പം ഞാൻ ഇങ്ങനെ നടന്ന് ഞാൻ നിൻറ്റെൻഡോ സ്വിച്ച് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അതില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോൺ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഫോൺ ഞാൻ തൊട്ടിട്ട് വരുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ അത് അവിടെ കയറിയപ്പോൾ അവരെന്നെ നോ റീസണില്ല അത് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമായിട്ട് സമയം പോകുന്നെന്ന് വിചാരിച്ച് 20 സെക്കൻഡേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ഫോൺ എടുത്തിട്ട് വൈറ്റ് കളർ കൊടുത്തു. ബിക്കോസ് ബ്ലാക്ക് ആയാൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ആവുന്നില്ലേ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ടോഗിൾ മാറ്റിയിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് നോ ഹെഡ് മൂവ്മെൻ്റ് ആക്കി. അല്ല, ജസ്റ്റ് ഫ്ലാറ്റ്. അപ്പോൾ ഹെഡ് അനങ്ങും അതിൻ്റെ കൂടെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ്. അപ്പം നമുക്ക് റൺവേയിലേക്ക് പോവാം. ഇതെൻ്റെ കുറച്ച് ഗ്ലിച്ച് ആവുന്നുണ്ടായി ഗെയിം, എന്താ അറിയില്ല. ഞാൻ ഇപ്പോൾ പോസൊക്കെ റെഡിയാക്കി വയ്ക്കുക. ഇനി എൻ്റെ ടേൺ ആവട്ടെ ഗൈസ്. ആ പെണ്ണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ പെണ്ണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ ഈ പെണ്ണ് സ്റ്റാർ കൊടുത്തായിരുന്നു. നല്ല രസമുണ്ട് ഈ പെണ്ണിനെ കാണാൻ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു സൺഫ്ലവർ ഡ്രീമി തീമായിട്ട് നല്ല അസ്തറ്റിക് ഉണ്ട്. ഇതും നല്ലൊരു അസ്തറ്റിക് ഗ്രേ അസ്തറ്റിക് വൈബ്സാണ് ഗൈസ്. നല്ല രസമുണ്ടല്ലോ കാണാൻ. ഡാൻസൊക്കെ ഈ ഫേസ് ഇഷ്ടപ്പെടില്ല, ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു. ഈ പെണ്ണ് കുഴപ്പമില്ല ഗൈസ്. പക്ഷേ ആ മുടിയും കണ്ണടയും ഡ്രസ് കോമ്പിനേഷനും എല്ലാം പോയി ഗൈസ്. സോ അത്
ഫെയിലായി. ഈ പെണ്ണ് ഒരു കുഴപ്പമില്ല, ഒരു ബേസിക് തീമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ലൈക്ക് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടോപ്പും ജാക്കറ്റും ജീൻസും മാത്രമുള്ള ഷൂസും. ഈ പെണ്ണിൻ്റെ കുഴപ്പമില്ല, പക്ഷെ ആർക്കേഡിന് ഇട്ടിട്ടുമില്ല. പക്ഷെ അല്ലാതെ നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഇങ്ങനത്തെ ഡ്രസ്സ് ആർക്കേഡിന് ഇട്ടിട്ട് പോകുമെന്ന് തോന്നില്ല. അപ്പം ഇനി എൻ്റെയാണ് ഗൈസ്. ഞാൻ പോസൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെത് എത്രയാണെന്ന് കമൻസിൽ റേറ്റ് ചെയ്യുക ഔട്ട് ഓഫ് 5 ആർക്കേഡിന്. പോസിങ് സോ എൻ്റെ ആയിരുന്നു ലാസ്റ്റ്. ഇനി വോട്ടിംഗ് ടൈമാണ്. ഇതേ ലാന വന്നു. അത് നമ്മൾ വോട്ട് ചെയ്യണം ഇനി. ബെസ്റ്റ് ഔട്ട്ഫിറ്റ്സ് എനിക്കൊന്ന് 3 ആണെന്ന്. ഓക്കെ വോട്ട് യുവർ ഫേവറേറ്റ് 3 ഔട്ട്ഫിറ്റ്സ്. അപ്പം ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ വോട്ട് കൊടുത്തത് മറ്റേ ഈ പെണ്ണാണ്. ഈ പെണ്ണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ വോട്ട് കൊടുത്തത്. ഞാൻ നോക്കുമായിരുന്നു, എൻ്റെ കാണുന്നില്ല. ആ പെണ്ണ് ഞാൻ കൊടുത്തു, വേറെ ആരെയും അത്രയ്ക്ക് നല്ലതില്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഈ പെണ്ണ് മാത്രമേ നല്ല ഉണ്ടുള്ളൂ. എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടില്ല. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു എൻ്റെ അവിടെ. എനിക്കൊന്ന് ഈ ഗ്ലിച്ചായിട്ട് നിൽക്കുന്ന എൻ്റെന്ന്, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല അങ്ങനെ വെറുതെ. സോ ആ പെണ്ണ് ഓൾ സ്ലൈഡ്. ഞാൻ ഇപ്പോൾ വോട്ടിങ് ഇത് ചെയ്യണം. ഓക്കെ, വോട്ട്സ് ആർ ഇൻ, കൺഗ്രാജുലേഷൻസ്. ഓക്കെ, നമ്മുടെ പേരില്ല ഗൈസ്. ഈ റൗണ്ട് ഔട്ടാവും, മിക്കവാറും ഔട്ടാവും. ബിക്കോസ് എൻ്റെത് അത്രയ്ക്ക് നല്ല ഔട്ട്ഫിറ്റ് അല്ലായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒരു പേടി. ഓക്കെ ആരാ? ഞാനല്ല. 1 2 1 I1 ആ പെണ്ണാണ് ഔട്ടായത്. ഞാൻ പറഞ്ഞ കുറച്ച് ബേസിക്കായി പോയിരുന്നു. ആ പെണ്ണാണ് ഔട്ടായത്. അപ്പോൾ അടുത്ത റൗണ്ട് എനിക്ക് 2 സ്റ്റൈൽ സ്റ്റാർസ് കിട്ടി. അപ്പോൾ 2 ആൾക്കാർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു. താങ്ക് യു. എല്ലാം ഞാൻ റിമൂവ് ചെയ്തു. സോ അടുത്ത റൗണ്ട് സമയം വേസ്റ്റ് ആക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് തീം ഇസ് പ്രിൻസ് ഓർ പ്രിൻസസ്. എനിക്ക് ഈ തീം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ ഡ്രസ്സ് ഞാൻ ആലോചിക്കുമായിരുന്നു എന്ത് ചെയ്യണമെന്ന്. നോക്കട്ടെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ലിമിറ്റഡ് ഐറ്റംസ്. എനിക്ക് ആകെ ഈ റൗണ്ട് യൂസ് ചെയ്യാൻ പറ്റിയ എത്ര ഐറ്റംസ് എനിക്ക് കാണുന്നില്ല ഗൈസ്. എനിക്ക് ആകെ ഈ റൗണ്ട് 8 തോന്നുന്നു. 8 ഐറ്റംസ് ആണെന്ന് തോന്നുന്നു യൂസ് ചെയ്യാൻ പറ്റിയത്. സോ ദാറ്റ്സ് എ വെരി ലോ എമൗണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ലിമിറ്റ് ഒന്നും നോക്കിയില്ല, വെറുതെ സാധനങ്ങൾ എടുത്തിടുമായിരുന്നു. ഡോണ്ട് മൈൻഡ് ദാറ്റ്. എൻ്റെ ഫോൺ ചാർജ് തീരാറായി ഗൈസ്. പിന്നെ ഞാൻ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടു. ചാർജർ എടുക്കാൻ പോകുന്നതാണ് ഈ സമയം ഞാൻ വെറുതെ നിൽക്കുന്നത്. ഓക്കെ, എപ്പോൾ തിരിച്ചു വരുമോ എന്തോ. ഓക്കെ, വേഗം പാടേ. ഓക്കെ, തിരിച്ചു വന്നു ഗൈസ്. അതെ, ചാർജ് കയറി. ഓക്കെ, സോ ഞാൻ ഷൂസ് എടുത്തു. അതറിയാതെ എടുത്ത ഗോട്ട് പോലത്തെ ഷൂസ്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഒന്നും. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഗ്ലൗസ് പ്രിൻസസ് പോലെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് എടുത്തു. ഞാൻ ഒരു വൈറ്റ് ബ്ലൂ തീമാണ് ചെയ്തത് ഫുള്ളി. ഞാൻ ഒരു സ്നോ വൈറ്റ് ആയിരുന്നു ആലോചിക്കുന്നത്, പക്ഷേ സ്നോ വൈറ്റിന് റെഡും കൂടി ഉണ്ട്. അത് പോട്ടെ, അത് പോയി. പിന്നെ ഞാൻ എടുത്ത ആ ഡ്രസ്സ് എടുത്തു, അവിടെ വൈറ്റ് കളർ. പിന്നെ അത് ഞാൻ ബ്ലൂ കളർ അടിച്ചു ഫുള്ള്. ഞാൻ അവിടെ യെല്ലോ ആക്കണമെന്ന് വിചാരിച്ചു, സ്നോ വൈറ്റ് പോലെ. പിന്നെ അത് കൊള്ളത്തില്ല, ബ്ലൂ തന്നെ ആക്കി. പിന്നെ അത് വൈറ്റ് തന്നെ. സോ അതിപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, പക്ഷേ എൻ്റെ അത്രയ്ക്ക് പോരാ ഡ്രസ്സിൻ്റെ. അപ്പം പിന്നെ ആ ഒരു ഡ്രസ്സും കൂടി ലെയർ ചെയ്തു. ഇപ്പം ഒരു ടോപ്പും 2 ഡ്രസ്സും ലെയർ ചെയ്തേക്കാണ്, പിന്നെ ഒരു ഗ്ലൗസും. സോ അത് തന്നെ ഇപ്പോൾ 4 ലെയറിങ് ആയി, 4 ക്ലോത്ത്സ് ആയി. എനിക്ക് 4 എണ്ണവും കൂടി പറ്റുള്ളൂ എന്ന് തോന്നുന്നു. സോ മുടി എടുത്തു. അപ്പോൾ ഇനി എനിക്ക് 3 എണ്ണം കൂടി പറ്റുള്ളൂ. സോ ഞാൻ 2 മുടി എടുത്തു. 2 മുടി എടുത്തു ഗൈസ്. ഞാൻ എപ്പോഴും അതെടുത്തിട്ട് മോർ ആനിമേറ്റഡ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കളറ് ശ്രദ്ധിക്കേണ്ട, കളർ അത്രയ്ക്ക് മാച്ചായില്ല. ഞാൻ ആ സമയത്ത് ഞാൻ അത് റിയലൈസ് ചെയ്തില്ല, കളറ് മാച്ചായില്ല എന്ന്. പിന്നെ ഞാൻ എന്താ ഞാൻ അക്സസറീസ് നോക്കി കിടക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ എനിക്ക് ഞാനൊരു ആ ചോക്കർ ഇട്ടു, ആ വൈറ്റ് കളർ എടുത്തു. സോ ദാറ്റ് ഈസ് മൈ മാക്സ്. ഇനി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഒന്നും എടുക്കാൻ നോക്കി, ക്ലോത്തിങ് റീച്ച്ഡ് മാക്സിമം 8. അപ്പോൾ ഞാൻ നോക്കി, ഞാൻ ഷൂസിൻ്റെ കളർ മാറ്റാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ
ആ ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ബ്ലാക്കും ഗോൾഡും ചെയ്യാമെന്ന്. പിന്നെ ഞാൻ മാറ്റിയോണ്ട് ഞാൻ കളർ മാറ്റി. പിന്നെ ഞാൻ വിചാരിച്ചു അതും വേണ്ട, മറ്റേ ഷൂസിൻ്റെ കളറ് ഈ യെല്ലോയിന്ന് വൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് വൈറ്റും ബ്ലൂ അല്ലേ തീം, അതുകൊണ്ട് വൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. സോ ദിസ് വാസ് മൈ ഔട്ട്ഫിറ്റ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു എന്തൊക്കെ എടുക്കാമായിരുന്നു എന്ന്, ജസ്റ്റ് എക്സ്പ്ലോറിങ്. എനിക്ക് തോന്നുന്നു ഇതായിരുന്നു എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഏതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ സമയവും ഇല്ലായിരുന്നു, പിന്നെ ലിമിറ്റഡ് ഐറ്റംസ് വരുന്നു, അതുകൊണ്ടാണ് കുറച്ച് കുറഞ്ഞു പോയത്. ഈ പെണ്ണിൻ്റെ എനിക്ക് ഇത് പോരാ, ഒട്ടും കൊള്ളത്തില്ല. യെസ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അടുത്തത് വരട്ടെ. അടുത്തത് ഈ പെണ്ണ് ലൈക്ക് എനിക്ക് മുടി ഇഷ്ടപ്പെടില്ല, ഭയങ്കര ഫ്ലോറസെറ്റ്. ഡ്രസ്സ് കൊള്ളാം, മുടി എനിക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ നല്ല രസമുണ്ട് ഓവറോൾ. ഓക്കെ, ഈ പെണ്ണ് കുഴപ്പമില്ല, എനിക്ക് മുഖം ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇത് നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. രസം സ്ലേ. ഈ പെണ്ണിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊരു ഡോള് പോലെയാണ്, പ്രിൻസസ് അല്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സ്. ഓക്കെ, ഹിയർ കംസ് മൈൻ. എൻ്റെ ഒരു റോയൽ ലുക്ക് ഉണ്ട്, പക്ഷെ അങ്ങോട്ട് അങ്ങ് കിട്ടിയില്ല. സോ റേറ്റ് മൈ ഔട്ട്ഫിറ്റ് ഔട്ട് ഓഫ് 5. അത് കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അത്രേ ഉള്ളൂ. വാട്ട് യുവർ 2 ഫേവറേറ്റ് ഔട്ട്ഫിറ്റ്സ്? എനിക്ക് ഇവൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം ആ പെണ്ണ് നോട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഏതാ നല്ലതെന്ന് നോക്കുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ പെണ്ണാണ് ഏറ്റവും നല്ലതെന്ന്. എന്നിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു, വീണ്ടും ജസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ തന്നെ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ജസ്റ്റ് നോക്കുമായിരുന്നു, എൻ്റെ അങ്ങനെ നല്ലതാണോ, ആൾക്കാർ വോട്ട് ചെയ്യുമോ എന്നൊക്കെ നോക്കുമായിരുന്നു ഗൈസ്. എനിക്ക് ഈ ഷുവറായിരുന്നു ഞാൻ റൗണ്ട് ഔട്ട് ആവുമെന്ന്. വോട്ട് റിവീലാണ്. അപ്പം നമ്മൾ വോട്ട് ചെയ്ത് ആരെയാണെന്ന് കാണിക്കും. പക്ഷേ ഈ പെണ്ണ് എനിക്ക് വോട്ട് ചെയ്തോ നോക്കട്ടെ. ഓക്കെ, ഇല്ല, ഈ പെണ്ണ് എന്നെ വോട്ട് ചെയ്തിട്ടില്ല ഗൈസ്. സാഡ്. ഈ പെണ്ണും എന്നെ വോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ പെണ്ണ് എന്നെ വോട്ട് ചെയ്തിട്ടില്ല. കേക്ക് യെസ്, ഈ പെണ്ണ് എന്നെ വോട്ട് ചെയ്തു ഗൈസ്. ഓ മൈ ഗാഡ്, ഞാൻ ഈ പെണ്ണെ വോട്ട് ചെയ്തു ഗൈസ്. ഇനി ഞാൻ വോട്ട് ചെയ്ത ആരൊക്കെയാണെന്ന് അറിയാമല്ലോ. ഓക്കെ, എനിക്കപ്പോൾ ഒരാളെന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഞാനില്ല ഗൈസ്. ഞാൻ മറ്റേ ചോപ്പിംഗ് ബ്ലോക്കിലാണ്. ഞാൻ ഷോപ്പിംഗ് ബ്ലോക്കിലാണ് ഗൈസ്. ഈ റൗണ്ട് ഡെഫിനറ്റ്ലി ഞാൻ ഔട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൊള്ളില്ലാത്ത കുറച്ച് ഡ്രസ്സുണ്ട്, അപ്പോൾ അതായിരിക്കും ചിലപ്പം. യെസ്, ഞാനല്ല. അയ്യോ, ഇത് നല്ല രസമുണ്ടായിരുന്നു ഗൈസ് ഡ്രസ്സ്, പക്ഷെ പോയി. സാഡ്. ബൈ. ഓക്കെ, അത് പോയി. അത് കുറച്ച് വലിയ വീഡിയോ ആയിപ്പോയല്ലേ. 19 മിനിറ്റ് ഉണ്ട് ഇത്. ആകെ ഇൻ്റർമിഷൻ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ എല്ലാം വീണ്ടും എടുക്കുവാണ് ഗൈസ്. ഇത് എന്തോ തീം, ബൈക്കേഴ്സ് ആൻഡ് റേസേഴ്സ്. അത് ഓക്കെ ഗൈസ്, നോക്കാം. പക്ഷെ ഞാൻ തീം ജസ്റ്റ് ഒന്ന് ലൈക്ക് എനിക്ക് ഗ്ലിച്ച് ആവുമായിരുന്നു ഫുള്ളി. ഇത് ഫുൾ ഗ്ലിച്ചാണ് ഗൈസ്. ഞാൻ വിചാരിച്ചു ഞാൻ ലീവ് ആവുന്നത്. സോ ഞാൻ ഐറ്റം ലോക്കാണ്. സോ എനിക്ക് മൈ ഗാഡ്, ഐറ്റം ലോക്ക് എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ഐറ്റം പിന്നെ തിരിച്ച് കളയാൻ പറ്റില്ല, അത് നമ്മൾ ഔട്ട്ഫിറ്റിൽ കൊണ്ടു നടക്കണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നത്, എന്തെടുക്കണം എന്ന് നോക്കാൻ. പിന്നെ ഞാൻ മറ്റേ ലൈക്ക് എല്ലായിടത്തും നോക്കി. അപ്പോൾ ഞാൻ ആ ഗ്ലൗസ് കണ്ടു. ആ ഗ്ലൗസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ പിങ്കാണ് ഓബിയസ്ലി. അപ്പോൾ ഞാനത് കളർ അടിച്ച് ബ്ലാക്ക് ആക്കി. ബ്ലാക്കും ബ്ലൂ ആണ് എൻ്റെ തീം. ഞാൻ എപ്പോഴും ബ്ലാക്കും ബ്ലൂ ആണ് യൂസ്. ഒന്നെങ്കിൽ ബ്ലാക്കും ബ്ലൂ, അല്ലെങ്കിൽ റെഡും ബ്ലൂ, അല്ലെങ്കിൽ പ്രപ്പി കളേഴ്സ്, അത്രേ ഉള്ളൂ. ഓക്കെ,
ഈ കണ്ണാടി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ അതിനും ബ്ലാക്കും ബ്ലൂവും കൊടുത്ത്. ഈ ബൈക്കേഴ്സ് അല്ലെങ്കിൽ റേസേഴ്സ് എങ്ങനെയാണ് കണ്ണാടി ഇടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ ബൈക്കറിനെ പോലെ ഒന്നും അല്ല ഡ്രസ്സ് ചെയ്ത്. ഞാൻ അപ്പോൾ ഇനി ആ പാൻറ്റ് എടുത്തു. ആ പാൻറ്റ് കാണാൻ നല്ല രസമുണ്ട് ഓബിയസ്ലി. സോ അത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അതിന് ഞാൻ ബ്ലൂവും ബ്ലാക്കും കൊടുത്തു ഗൈസ്. പിന്നെ ഞാൻ ഇതെടുത്തു സ്കേർട്ട് പോലെ. അതിന് ഞാൻ ബ്ലൂ കളർ കൊടുത്തു. അത് എടുത്തൊരു മിസ്റ്റേക്കാണോ എന്ന് എനിക്കൊന്ന് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും കളയാൻ പറ്റില്ല, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ടോപ്പ് എടുത്തു. അപ്പോൾ ഈ ടോപ്പ് എടുക്കണ്ടായിരുന്നു, ആ ടോപ്പ് അത്രയ്ക്ക് പോരാ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു എന്തുപോലെ തോന്നി ആ ടോപ്പ് എടുത്തുകൊണ്ട്. അപ്പോൾ അടുത്തെന്തുവാന്ന് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. ഒന്നുമില്ല ഇവിടെ. ഇത് ലിമിറ്റഡ് ഐറ്റംസാണ് ഇതിൽ. അപ്പോൾ ഞാൻ എന്തോ എടുക്കണ്ടേന്ന് വിചാരിച്ചിങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഒന്നുമില്ല, ലിറ്ററലി ഒന്നുമില്ല ഇവിടെ. ഞാൻ നോക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ അത് കണ്ടു. ഞാൻ കണ്ടപ്പോൾ എടുക്കണോ വേണോ എടുക്കണോ വേണ്ടയോ ഞാൻ വെച്ചാൽ എന്തെങ്കിലും ഓർഡർ എടുക്കാം. പക്ഷെ അവർ ഹാറ്റൊക്കെ ധരിക്കാനൊന്നും ബൈക്കേഴ്സിന് പറ്റൂല. എന്നാലും ഞാനൊരു ട്രൈ. ഇനി മുടിയാണ്. മുടി ഞാൻ സെർച്ച് ചെയ്യണം ഏത് മുടി വേണം. ഞാൻ വീണ്ടും ആ വോൾഫ് കട്ട് തന്നെ എടുത്തിട്ട് പോയി. ബ്രൗൺ തന്നെ മതി. പിന്നെ ഞാൻ ഇത് ഈ ഡ്രസ്സ് പോരാ. അട്ടാണെങ്കിൽ നോക്കൊണ്ടിരിക്കുമ്പം ഞാൻ ഷൂസ് കണ്ടു. ഷൂസ് എടുത്തു, വൈറ്റ് കളർ എടുത്തു. ഞാൻ നടന്നപ്പോൾ ഇത് ഡ്രസ്സ് പോരാ. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് നോക്കിയപ്പോൾ ഇതവിടെ കുറേ ജാക്കറ്റ് കിടക്കുന്നത്. അപ്പോൾ ഒരു ലെതറിൻ്റെ ജാക്കറ്റ്, ലെതറല്ല ഫറിൻ്റെ ജാക്കറ്റ് എടുത്തിട്ട് അതിന് ബ്ലാക്ക് കളർ കൊടുത്തു, ബ്ലൂവും വൈറ്റും കൊടുത്തു. എന്നിട്ട് ഞാൻ അടുത്തെന്തോ നോക്കുമ്പോൾ ഒരു ബാഗ് കണ്ട് വൈറ്റ് കൊടുത്തു. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഗൈസ്. സോ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ടൈംസ് അപ്പ്. ഓക്കെ, എനിക്ക് ഭയങ്കര ക്ലിച്ചായിരുന്നു ഈ റൗണ്ട്. എനിക്ക് ആരെയും കാണാൻ പോലും പറ്റിയില്ല. ഞാനിപ്പോൾ പോസ് പറഞ്ഞിട്ടൊരു പോസ് ഇട്ടു. ഇനി ഞാനാണെങ്കിലോ ഞാൻ അറിഞ്ഞില്ലെങ്കിലോ എന്ന്. പിന്നെ ഞാൻ അല്ലാന്ന് കണ്ടപ്പോൾ ഞാൻ ആ പോസ് വീണ്ടും മാറ്റി. ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. സോ ദിസ് ഈസ് ഗുഡ്. ഇവരുടെ നല്ല രസമുണ്ട്. ആ പംകിൻ ഹെൽമെറ്റായിട്ട് എടുത്തേക്കുന്നത് നല്ല ഐഡിയ ആയിരുന്നു. എനിക്ക് പംകിനൊന്നും ഞാൻ കണ്ടില്ല, സൗണ്ട് എനിക്കറിയില്ല. ഗൈസ് ബൈ ദ വേ ഐ ആം ഓൺ മൈ വേ ടു റൺവേ ക്വീൻ. ആ 3000 സ്റ്റാർസാണ്. എനിക്ക് 2572 ഉണ്ട്. അവരെന്താ പറയുക, അൺഫോർച്യുനേറ്റ്ലി ദർ ആർട്ട് എനി മോർ എലിജിബിൾ പ്ലെയേഴ്സ് ടു വോട്ട്. ഓ മൈ ഗോഡ്. അപ്പം ഞാൻ എലിജിബിൾ അല്ല എന്നാണ് അവർ പറയുന്നത് ഗൈസ്. അപ്പോൾ ഇങ്ങോട്ട് ചുറ്റും നോക്കിയപ്പോൾ 4 പേരുണ്ടായിരുന്നു നേരത്തെ, ഇപ്പോൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഇതും നോക്കിയപ്പോൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ അപ്പോൾ ഗ്രാൻഡ് ഫിനാലെ ആയിരിക്കും. യെസ്, ഗ്രാൻഡ് ഫിനാലെ ഓഫ് സ്റ്റൈൽ ഷോഡൗൺ. അപ്പോൾ ആരാ ജയിക്കുന്നത് നോക്കാം ഗൈസ്. ഞാനല്ലായിരിക്കും. ഞാനല്ല, എനിക്ക് സെക്കൻഡാണോ തേർഡാണോ അതാണ് എനിക്കറിയേണ്ടത്. തേർഡായിരിക്കും ഗൈസ്. പക്ഷേ ഈ പെണ്ണിനെ ഡിസേർവ് ചെയ്യുന്നത് നല്ല ഗേൾ ഫ്രം സ്പേസ്. എൻ്റെ റോബ്ലോക്സ് യൂസർ ID ഗേൾ ഫ്രം സ്പേസ് 5 ആണ് ഗൈസ്. എനിക്ക് തേർഡ് കിട്ടി. ഞാൻ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യില്ല. ഞാൻ വിചാരിച്ചു സെക്കൻഡ് റൗണ്ടൊക്കെ ഔട്ടാവുന്നത്. സോ നൈസ്. ഓക്കെ, സോ ഗൈസ് യെസ്, അവസാനം കഴിഞ്ഞു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.